ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നമ്മൾ കുഞ്ഞുനാളിൽ മുതൽ പല ആളുകളും പല ആവർത്തി ഡിബേറ്റുകൾ നടക്കുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതായത് ദൈവമുണ്ടോ എന്നല്ലേ. അപ്പോൾ നമ്മളും പല സമയത്തും ചിന്തിച്ചിട്ടുണ്ടല്ലേ, ഈ ദൈവം ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ശരിയായ ഉത്തരം കിട്ടാറില്ല. കുറച്ച് കാലം നമ്മൾ പാരൻസ് എന്ത് പറയുന്നോ, നമ്മുടെ പൂർവികരോ അല്ലെങ്കിൽ പാരൻസോ എന്ത് കൈമാറിക്കൊണ്ടിരുന്നോ ആ കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോകുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. അപ്പോൾ അല്ലാണ്ട് ചിലപ്പോൾ സ്വയം ചിന്തിക്കുമ്പോൾ ഇപ്പം ഇതുപോലെ യുക്തിവാദികളും മറ്റു ആളുകളൊക്കെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഫോർവേഡ് ചിന്താധികാരൊക്കെ വന്ന് പറയുമ്പോഴും പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ അവർക്ക് ഇപ്പം നമ്മൾ 4 പേരുടെ കൂടെ ഇരിക്കുവാണെങ്കിൽ അവരെന്ത് പറയുന്നു അവിടെയാണ് അത് ഭേദമാക്കിയത്. അപ്പോൾ പതിയെ പതിയെ നമ്മൾ എന്ത് പറ്റും, നമ്മുടെ ചിന്താഗതികൾ മാറും. അതിനിപ്പോൾ ദൈവം ഉണ്ടെന്നാണെങ്കിലും ഇല്ല എന്നാണെങ്കിലും നമ്മുടെ കൂട്ടുകാരായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആരുടെ കൂടെയാണോ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ശരിയായി പതിയെ, കാരണം ആ ഒരു സ്പേസിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ അവരുടെ കാര്യങ്ങളായിരിക്കും നമ്മൾ പിന്നീട് കൂടുതൽ ഫോളോ ചെയ്യുക അല്ലേ. നമ്മൾ പഴഞ്ചൊല്ലുകളൊക്കെ പറയാറുണ്ട്, ആരുടെ കൂടെ നിൽക്കുന്നോ അതിനനുസരിച്ചുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ നമ്മളിലും കണ്ടുവരാറുണ്ടെന്നല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, ഇപ്പം ദൈവം ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകൾ പറയുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവവിശ്വാസികളായി മാറും. നേരെ തിരിച്ചാണെങ്കിൽ അങ്ങനെയും അല്ലേ. അപ്പോൾ ഇവിടെ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു അപകടങ്ങൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ ഉണ്ടാവുന്നു, പലരും പല രീതിക്ക് ജീവിച്ചു പോകുന്നു, ഇതൊക്കെ അല്ലേ. അപ്പോൾ ഇത് സ്പിരിച്വാലിറ്റീൻ്റെ രീതിയിൽ പറയാം, അല്ലാണ്ടും പറയാം. അപ്പോൾ സ്പിരിച്വാലിറ്റീൻ്റെ പറയുമ്പോൾ നമുക്ക് പാസ്റ്റ് ലൈഫ് കർമാസ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. അതായത് നമുക്ക് അസുഖങ്ങൾ വരുന്നത് ഇതൊക്കെ നമ്മുടെ പാസ്റ്റ് ലൈഫ് കർമാസ് ആയിരിക്കാം അല്ലേ. നമ്മൾ ചില കുടുംബങ്ങളിൽ കാണുന്നുണ്ട് സീരിയസ് ആയിട്ട് മരണങ്ങൾ സംഭവിക്കും, അവരുടെ താവഴികളൊക്കെ ഇതേപോലെ അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ മറ്റേ മെഡിക്കൽ സയൻസിൽ പോകുമ്പോൾ പറയും അത് അവരുടെ DNA പ്രശ്നങ്ങളാണ് അങ്ങനെ. പക്ഷേ അപകടങ്ങൾ സംഭവിക്കുന്നത് DNA പ്രശ്നം ഉണ്ടാവണമെന്നില്ലല്ലോ. കാരണം അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്വിമ്മിങ് അറിയുന്ന ആളുകൾ അല്ലേ, നീന്തലൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുകൾ. ഇപ്പം എൻ്റെ കുടുംബത്തിലും ഇതുപോലെ നന്നായിട്ട് നീന്തൽ അറിയുന്ന ഒരു പയ്യൻ ഇതേപോലെ കുളത്തിൽ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളൊരു ഇതായിരിക്കും. അതൊക്കെ ഈ പാസ്റ്റ് ലൈഫ് കർമാസിലൂടെ നമുക്ക് ക്യാരി ഓവർ ചെയ്തു വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നല്ല ഇവിടുത്തെ വിഷയം. അപ്പോൾ ഞാൻ ദൈവം എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിന് എന്താ കാണാൻ പറ്റാത്തത് എന്നൊക്കെയുള്ളൊരു ചോദ്യത്തിന് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഉത്തരം ഞാൻ നൽകാം. ഓക്കെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ഇപ്പോൾ ദൈവവിശ്വാസ പ്രകാരം പറയുകയാണെങ്കിൽ നമ്മൾ ഇൻകാർണേറ്റ് ചെയ്ത്, അതായത് ബോഡിയിലേക്ക് ഒരു സോള് കയറി ഇൻകാർണേഷൻ വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വരുന്നു. അല്ലാതെ നമ്മളെ കുറേ ജന്മങ്ങൾ കടന്നു വന്ന സോള് കയറുന്നതാണ് സ്പിരിച്വാലിറ്റി രീതി പറയുക. ഇനി അങ്ങനെ വിശ്വസിക്കാത്ത ആളുകളാണെങ്കിൽ നോർമലി ജന്മമെടുത്ത് വരുന്നു, നമ്മുടെ പാരൻസിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ജന്മമെടുത്ത് വരുന്നു. ആ ജന്മമെടുത്ത് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതേപോലെ ജീവിതം മുന്നോട്ട് പോകുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ വരുന്നതിന്, ഈ ഭൂമിയിൽ നമ്മൾ വരുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കാനുണ്ട്. അതിലെല്ലാവരും ഓക്കെ പറയുന്നതാണ് എനിക്ക്, നിരീശ്വരവാദികളായാലും ദൈവം വിശ്വസിക്കുന്നവരെല്ലാവരും ഓക്കെ പറയും. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ കർമാസ് ചെയ്യണം. കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടീസ് അല്ലേ. അത് സ്വാഭാവികമായിട്ട് ചെയ്താൽ മാത്രമല്ലേ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ. അതായത് ജോലി ചെയ്യണം, വെറുതെ ഇരിക്കുന്നതിന് നിരീശ്വരവാദികൾ എതിരല്ല. ഓക്കെ. അപ്പോൾ ഈ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾക്കാണ് സ്പിരിച്വാലിറ്റിയിൽ നമ്മൾ കർമാസ് എന്ന് പറയുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈശ്വരവാദികൾ എന്ന് പറയുന്നത്, അതായത് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഫോർ എക്സാമ്പിൾ ചിന്തിക്കുക. അതായത് ഇപ്പോഴും നമ്മളും ഈശ്വരൻ്റെ പ്രതിനിധികളായ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അല്ലേ. ചില നമ്പൂരിമാർ, ചില പൂജാരിമാർ, അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ അങ്ങനത്തെ ഉയർന്ന ഈ നമ്മുടെ ആരാധനാലയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, ക്രിസ്ത്യൻസിൽ നോക്കിക്കഴിഞ്ഞാൽ പള്ളിയിലച്ചൻ എന്നൊക്കെ പറഞ്ഞ ആളുകൾ. അപ്പോൾ നമ്മൾ തന്നെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്, ഇവർ നേരിട്ട് എന്തെങ്കിലും അവർക്കൊരു കഴിവുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പോയി ജനങ്ങൾ കൂടുന്ന ഒരവസ്ഥ. അവിടെ പോയി എല്ലാവരും വന്ന് അവിടെ പോയി ഇരിക്കും, അവിടെ പോയി പ്രാർത്ഥിക്കലും ഭജനയും മറ്റേതും. അതേപോലെ തന്നെ വേറെ പല ആരാധനാലയങ്ങൾ, മറ്റ് മതവിശ്വാസങ്ങളിൽ അങ്ങനെ അവിടെ പോയി നമ്മൾക്കെല്ലാവർക്കും ജോലി ചെയ്യാണ്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടണം. അതാണ് നമ്മുടെ മനുഷ്യ സഹജമായ ഒരു പെരുമാറ്റം അല്ലേ. ജോലിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ പോയി അങ്ങോട്ട് എല്ലാവരും ഇരിക്കും, പ്രാർത്ഥിക്കും, എനിക്ക് കാശ് കിട്ടണം, എനിക്ക് ആരോഗ്യം കിട്ടണം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും. പക്ഷേ നമുക്കതിന് സയൻസുമായിട്ടൊന്ന് ലോജിക്കലി ചിന്തിച്ച് നോക്കാം. ആരോഗ്യം കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് എക്സസൈസും അതുപോലെ തന്നെ നല്ല ഫുഡും കാര്യങ്ങളും കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ലേ, സയൻസിൽ അങ്ങനെ തന്നെ പറയുന്നത്. പക്ഷേ അവിടെ പോയിരുന്നാൽ നടക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പം ഇതിൻ്റെ സ്ഥാനത്ത് ഒറിജിനൽ ദൈവം തന്നെയാണ് വന്ന് മുന്നിൽ നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. അതായത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ആളുകൾക്ക് പോലും ഇത്രയധികം ആളുകളുടെ അറ്റൻഷൻ കിട്ടുന്നതും അവിടെ പോയി ഇങ്ങനെ വന്നിരിക്കുന്നതുണ്ടെങ്കിൽ ശരിക്കുമുള്ള ഒറിജിനൽ ദൈവം വന്നിരുന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലേ.
ഇപ്പോൾ ഒറിജിനൽ ദൈവം അമേരിക്കയിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടു എന്ന് റിയാലിറ്റിയിൽ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ എത്ര കാശ് മുടക്കിയും ആളുകൾ അവിടെ പോയിരിക്കും ആ ദൈവത്തിൻ്റെ അടുത്ത് പോയി പരാതി പറയാൻ, അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ അവിടെ പോയി ഇരിക്കുക എന്നല്ലാണ്ട് ഓരോ അവരവനായിട്ട് ചെയ്യേണ്ട കർമാസ് ആരും കംപ്ലീറ്റ് ചെയ്യില്ല. അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ നേടാൻ നോക്കും. പ്രാർത്ഥനയുടെ വഴിയിലൂടെ കാര്യങ്ങൾ നടക്കില്ല. നമുക്കിപ്പം സ്പിരിച്വാലിറ്റി പറയും, ഇപ്പോൾ ദൈവവിശ്വാസിയാണെങ്കിൽ പോലും സ്പിരിച്വൽ കാര്യങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾക്ക് ഈ ഭൂമിയിൽ ചെയ്ത് തീർക്കാനുള്ള ഒരുപാട് കർമാസ് ഉണ്ട്. ഈ കർമാസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മളൊരു അവസാന ഇതിൽ നമ്മുടെ സോൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ഇൻകാർണേഷനിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുള്ളൂ, അല്ലേ? അപ്പോൾ ഈ ദൈവം എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ള ഒരു ചെറിയ ഉത്തരം കിട്ടി, അല്ലേ? പിന്നെ ഈ ദൈവത്തിന്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ കണ്ടീഷനിൽ നമുക്ക് ദൈവത്തിനെ കാണുക എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇത്രയും അറിയുന്ന ദൈവത്തിന് അറിയില്ലേ ഇങ്ങനെ സംഭവിക്കും എന്നുള്ള കാര്യം? അപ്പോൾ നമ്മൾ ഒരിക്കലും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കില്ല. അപ്പോൾ നമ്മളിപ്പം വേറെ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരു ഉപദേശം, ഇപ്പം നമ്മളിപ്പോൾ ഒരു സ്പിരിച്വൽ ജേണിയിൽ വരുന്നവർക്കറിയാം, സ്പിരിച്വൽ ജേണിയിൽ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാനുള്ള കർമാസ്, ഇപ്പം ഞാൻ എൻ്റെ ചാനലിലൂടെ കൊടുക്കുന്ന അഡ്വൈസുകൾ പോലെ പല രീതിയിലുള്ള അഡ്വൈസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സ്പിരിച്വൽ ലൈഫ് മുന്നോട്ട് പോവുള്ളൂ, അല്ലേ? അപ്പോൾ ഇതൊക്കെ ചെയ്യാണ്ട് ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിൻ്റെ പുറകെ പോയാൽ നടക്കില്ല. ഇതാണ് ഒറ്റ വാക്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ഉത്തരം. അപ്പോൾ ഇതൊന്ന് എൻ്റെ മനസ്സിൽ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഒരു മെഡിറ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഉള്ളൊരു ഉത്തരം പോലെ വന്നു. അത് നിങ്ങളിലേക്കൊന്ന് ഒരു ഗൈഡൻസ് പോലെ പറയണം എന്ന് തോന്നി. ഓക്കെ, അതിൽ എനിക്ക് തർക്കങ്ങളും കാര്യങ്ങളൊന്നും അതിലില്ല. ഇപ്പം നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ഒരാളുടെ അടുത്തും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലേ? പലരും നമുക്ക് ചോദിക്കും ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് കാണുന്നില്ല, അങ്ങനെയാണെന്നില്ല. അപ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, കറണ്ട് കാണുന്ന, അതിനേക്കാളൊക്കെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്നൊരു ഉത്തരം ഇതാണ്, ലോജിക്കലി ചിന്തിച്ചാലും സയൻറ്റിഫിക്കലി ചിന്തിച്ചാലും. അപ്പോൾ ഇതൊന്ന് പറയണം തോന്നി. ഓക്കെ, താങ്ക് യു സോ മച്ച്.